വെൽക്കം ടു ഷാഹിൻസ് കിച്ചൻ. ഇന്ന് ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബീഫ് കറി, നാടൻ ബീഫ് കറി. അതിനു വേണ്ടി 3 സവാള അരിഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ തക്കാളി, ഒരു വലിയ തക്കാളിയും അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പീസും കൂടി ഉണ്ട്. പിന്നെ കുറേ കറിവേപ്പില, 10 പച്ചമുളക്, പിന്നെ ഒരു വലിയ വെളുത്തുള്ളി, പിന്നെ വലിയൊരു കഷ്ണം ഇഞ്ചി, ഇത് ചതച്ചത്. ഇത്രയാണ് ഞാനിതിനു വേണ്ടി എടുത്തു വെച്ചിട്ടുള്ളത്. ഒരു പ്രഷർ കുക്കറിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 4 ഉലുവ ചേർത്ത് പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ചേർക്കുക. ആദ്യം സവാള, പിന്നെ പച്ചമുളക്, പിന്നെ അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുമ്പോൾ അതിലേക്ക് മസാലകൾ ചേർക്കണം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ പെരുംജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. 1 കിലോ ബീഫാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് കുറച്ച് നെയ്യും എല്ലും ഉള്ള ബീഫാണ്. കുറച്ച് നെയ്യ് ചേർത്താൽ തന്നെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ബീഫ് ചേർത്തതിന് ശേഷം അപ്പം തന്നെ അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം കുക്കായതിനു ശേഷം മാത്രമേ കുക്കർ അടച്ച് വെച്ച് നമ്മൾ വേവിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് വെള്ളം ഊസ് ഔട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയൊരു പൊട്ടറ്റോ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ കറിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടുന്നതായിരിക്കും. പിന്നെ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്തതിന് ശേഷം 1 കപ്പോളം ചൂടുവെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ വേവിക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം പിന്നെ ഒരു 20-25 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞാൽ കറി റെഡിയാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പറും ചേർത്ത് കൊടുക്കാം, കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ കറി റെഡിയായി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. പത്തിരി, അപ്പം, ചോറ്, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇത് ഇരിക്കും തോറും കുറുകി വരുന്നതാണ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.